സോ ഒരു ഓവ്യൂളിൽ അല്ലെങ്കിൽ അതിനൊരു സിംഗിൾ എംബ്രിയോസാക്കാണ് ഉണ്ടായിരിക്കുക. അതൊരു മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നായിരിക്കും നമ്മുടെ എംബ്രിയോസാക്ക് ഉണ്ടാവുക. സോ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസാക്ക് ഫോം ചെയ്യുന്നത് മെഗാസ്പോർ മദർ സെൽ. ആ മെഗാസ്പോർ മദർ സെല്ലിനെ നമ്മൾ MMC മെഗാസ്പോർ മദർ സെൽ എന്ന് പറയും. സോ മെഗാസ്പോർ മദർ സെല്ലിൽ ഡിവിഷൻ വഴി മെഗാസ്പോർ ടെട്രാഡുകളായിട്ട് മാറും. അങ്ങനെയാണ് നമുക്ക് അവസാനമായിട്ടൊരു ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അഥവാ എംബ്രിയോസാക്ക് ഫോം ചെയ്യണം. അത് ആ ഡിവിഷൻ നമ്മുടെ പോളൻഗ്രെയിനിൽ പറഞ്ഞ പോലെ തന്നെ റിഡക്ഷൻ ഡിവിഷൻ അഥവാ മിയോസിസിലൂടെയാണ്. സോ മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് വഴി ആണ് മെഗാസ്പോറുകളായിട്ട് മാറുക, ത്രൂ റിഡക്ഷൻ ഡിവിഷൻ അഥവാ മിയോസിസ്. സോ ഒരു മെഗാസ്പോർ മദർ സെല്ല് നിന്ന് മിയോസിസ് വഴി മെഗാസ്പോർ ഒന്നിൽ നിന്നാണ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണമാണെങ്കിൽ മോണോസ്പോറിക് എന്ന് പറയും. ഒന്നിലധികം ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പോളിസ്പോറിക് എന്ന് പറയും. അപ്പോൾ നമുക്കിതിൻ്റെ സ്ട്രക്ചർ നോക്കാം. എങ്ങനെയാണ് ഈ എംബ്രിയോസാക്ക് അഥവാ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ടാകുന്നത് നമുക്കതിൻ്റെ സ്ട്രക്ചർ നോക്കാം.